നമുക്കൊന്ന് ഒന്നിച്ച് ശുശ്രൂഷിക്കാം, ഒന്നിച്ച് കർത്താവിനെ ഉയർത്താം, ഒന്നിച്ച് ദൈവശബ്ദം കേൾക്കാം, ഒന്നിച്ച് ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാം, ഒന്നിച്ച് പണിയപ്പെടാം, ഒന്നിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. അതിനാധാരമായി വിശുദ്ധ വചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിപ്പിക്കുകയാണ്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ തിരുവചനം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം നമുക്ക് പലർക്കും സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനം. ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ഇരമ്യാവും എഗസ്കേലും ദാനിയേലും സഫന്യാവും ഒക്കെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ സമകാലികനായിരുന്ന പ്രവാചകനായിരുന്നു ഹബക്കൂക്ക് എന്ന പ്രവാചകനും. ഈ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം വളരെ ആഴമേറിയ ഒരു അനുഭവമാണ്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിൽ കേവലം പ്രവചന ശബ്ദങ്ങൾ മാത്രമല്ല നാം കാണുന്നത്. ഹബക്കൂക്ക് എന്ന ആ മനുഷ്യന്റെ ജീവിത അനുഭവമാണ് അതിന്റെ 3 അധ്യായങ്ങളും. കേവലം 3 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പ്രവചന പുസ്തകത്തിൽ 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും ഈ മനുഷ്യന്റെ ജീവിത അനുഭവമാണ്. തന്റെ ദൈവത്തിലുള്ള ചില എക്സ്പീരിയൻസുകളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തു നിന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട്, വ്യക്തികളോട് ഹൃദ്യമായി ആഴമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 2-ാം അധ്യായത്തിന്റെ, നമ്മളിപ്പോൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ഹബക്കൂക്ക് 3-ന്റെ 2-ാമത്തെ വാക്യം, ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അതെ, ഇത് ഹബക്കൂക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ദൈവമേ, വർഷം തീരാറാകുന്നു, ആണ്ട് കഴിയുന്നു, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, സമയങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ സമയങ്ങൾ കഴിഞ്ഞു പോകുന്നതിന് മുൻപേ, ആണ്ടുകൾ തീർന്നു പോകുന്നതിന് മുൻപേ, വർഷം അവസാനിക്കുന്നതിന് മുൻപേ അവിടുത്തെ പ്രവൃത്തിയെ അവിടുന്ന് വെളിപ്പെടുത്തണം, അവിടുത്തെ പ്രവൃത്തിയെ അവിടുന്ന് ജീവിപ്പിക്കണം. ഇന്ന് ഈ വാക്യം ഞാൻ എടുത്തുദ്ധരിക്കുമ്പോൾ എത്ര പേരുടെ പ്രാർത്ഥനയാണ്, ദൈവമേ, ഈ 2021 വർഷം തീരുന്നതിന് മുൻപ് എന്നോടും എൻ്റെ കുടുംബത്തോടും സഭയോടും എൻ്റെ തലമുറകളോടും അവിടുന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവിടുന്ന് നിവർത്തിക്കണമേ. നിന്റെ ചില പ്രവൃത്തികൾ എൻ്റെ ഭവനത്തിൽ വെളിപ്പെടാനുണ്ട്. അവിടുത്തെ ചില പ്രവൃത്തികൾ എൻ്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. അവിടുത്തെ ചില പ്രവൃത്തികൾ എൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാനുണ്ട്. അവിടുത്തെ ചില പ്രവൃത്തികൾ എൻ്റെ പ്രവർത്തന മേഖലകളിൽ വെളിപ്പെടാനുണ്ട്. ഞാൻ നോക്കിപ്പാർക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ കാത്തിരിക്കുന്ന, എൻ്റെ കർണപുടങ്ങളിൽ ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ അനവധിയായി എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുവാനുണ്ട്. ഇത് കണ്ണുകൊണ്ട് കാണുവാനും ജീവിതത്തിൽ അനുഭവിക്കുവാനും എനിക്കൊരു അനുഭവം പരിശുദ്ധാത്മാവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഇന്ന് ഈ മെസ്സേജ് ഞാൻ പറയുമ്പോൾ ഞാൻ ആത്മാവിൽ നിങ്ങളോട്, എല്ലാവരോടുമല്ല, വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, ആണ്ട് തീരുന്നതിന് മുൻപ്, വർഷങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന് ജീവിപ്പിക്കാൻ കഴിയും, ദൈവത്തിന് തന്റെ വാഗ്ദത്തത്തെ വെളിപ്പെടുത്താൻ കഴിയും എന്ന ഉറപ്പുള്ളവർ ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ഒരു പുസ്തകത്തിന്റെ പേജുകൾ മറിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുകയാണ്. നമ്മൾ ഓരോ ആണ്ടുകൾ കഴിയും തോറും നമ്മളുടെ പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ദിനങ്ങൾ കഴിയും തോറും നമ്മളുടെ ജീവിതചക്രം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കർത്താവിനോട്, തന്റെ രാജ്യത്തോട് ഏറെ അടുത്തുകൊണ്ടിരിക്കുന്നു.
എന്നാൽ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആണ്ടുകൾ കഴിയുന്നു, ദിവസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ദൈവം എനിക്ക് തന്ന അവസരങ്ങൾ, ദൈവം എനിക്ക് തന്ന ദിനങ്ങൾ, ദൈവം എനിക്ക് തന്ന ആ ദിനങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോകുന്നു എന്നൊരു പേഴ്സണലായിട്ടുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വചനത്തിൽ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പം ജ്ഞാനമുള്ള ഒരു ഹൃദയത്തിന്റെ ലക്ഷണമാണ് ദിവസങ്ങൾ, നാളുകൾ കടന്നു പോകുന്നു. ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നു. ഓരോ ദിവസങ്ങളും ദൈവം എനിക്ക് തന്ന അവസരങ്ങളാണ്. ഓരോ ദിവസങ്ങളും ദൈവം എനിക്ക് തന്ന ദിനങ്ങളാണ്. ആ കഴിഞ്ഞു പോയ ദിനങ്ങളെ എനിക്കിനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ആ കഴിഞ്ഞു പോയ ദിനങ്ങളെ എനിക്കിനി ലഭ്യമാകുകയില്ല എന്ന ബോധ്യം ഒരു മനുഷ്യന്റെ അകത്ത് ലഭിക്കുമ്പോഴാണ് പരിജ്ഞാനപൂർവം ആ ദിനത്തെ ആ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ആണ്ടുകൾ തീരും മുൻപേ, വർഷങ്ങൾ കഴിയും മുൻപേ എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അത് മാത്രവുമല്ല, നമ്മുടെ കർത്താവിൻ്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ അതും കൂടി ഈ കൂട്ടത്തിൽ നിങ്ങളോട് ഇന്നത്തെ സന്ദേശത്തിൽ ചേർത്ത് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങുകളിലൊക്കെ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളോടും പേഴ്സണലി പങ്കുവയ്ക്കാനിടയായി. നമ്മൾ ഇന്ന് കാണുന്ന ഈ മഹാവ്യാധികൾ, ഈ പ്രതിസന്ധികൾ, ഈ ലോകത്തിൽ കാണുന്ന കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കാണുന്ന സംഭവങ്ങളെല്ലാം ഈറ്റുനോവിന്റെ ആരംഭങ്ങളാകുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ വ്യാധികളെല്ലാം, ഈ മഹാമാരികളെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഒരു സംശയവും അതിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ആ യേശുക്രിസ്തുവിന്റെ, നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശുവിന്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഇതെല്ലാം കഴിഞ്ഞ്, ഇതെല്ലാം അവസാനിച്ച്, ഇതെല്ലാം തീർന്ന്. അങ്ങനൊരു സംഭവമല്ല. വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണെങ്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാവ്യാധികളും ഈ പ്രശ്നങ്ങളും ഒക്കെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതൊന്നും അവസാനിക്കാൻ പോവുകയല്ല. പിന്നെയോ ഇതിന്റെയൊക്കെ ആ ഒരു കാഠിന്യം വർദ്ധിച്ചു വരാൻ പോവുകയാണ്. കാരണം ഒരു സഹോദരിക്ക്, ഒരു ഗർഭം ധരിച്ച ഒരു സ്ത്രീക്ക് പ്രസവം അടുക്കുന്ന സമയത്ത്, ആ ഡെലിവറി അടുക്കുന്ന സമയത്ത് ആ പെയിൻ കൂടി വന്നുകൊണ്ടിരിക്കും. ആദ്യം ഒരു ചെറിയ പെയിൻ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് തീരുകയല്ല, ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള മണിക്കൂർ സമയം അടുത്തു വരുന്തോറും അതിന്റെ പെയിനിന്റെ ഡെപ്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവ് അടുക്കും തോറും, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു വരും തോറും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. വരുവാനുള്ളവൻ വരാതെ, വെളിപ്പെടുവാനുള്ളവൻ വെളിപ്പെടാതെ ഒരിക്കലും ഈ പെയിൻ ലോകത്തിൽ നിന്ന് മാറത്തില്ല. ഈ പ്രതിസന്ധികൾക്കൊന്നും അറുതി വരത്തില്ല. എങ്കിലും നോഹയുടെ കാലത്ത്, പ്രളയമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ദൈവിക ന്യായവിധി വെളിപ്പെട്ട സമയത്ത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതുപോലെ ഒരു ജഡ്ജ്മെന്റ് പീരീഡിലും തമ്പുരാൻ പെട്ടകത്തിനകത്താക്കുന്ന ദൈവത്തിന്റെ കൃപ ലഭിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആമീൻ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്തും ഉണ്ടാകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ വലിയ ജഡ്ജ്മെന്റ് സോദോം നിവാസികൾക്ക് വെളിപ്പെടുന്ന സമയത്ത് അതിന്റെ മധ്യയിലും ഒരു അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം ഓർത്തതുപോലെ, ഹല്ലേലൂയ, വലിയ ജഡ്ജ്മെന്റുകൾ നടക്കുമെങ്കിലും, വലിയ പ്രതിസന്ധികൾ ഇനിയും ലോകത്തിൽ വെളിപ്പെടുമെങ്കിലും, നമ്മൾ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നതെങ്കിലും, നമ്മൾ അറിഞ്ഞതല്ല ഇനി അറിയാൻ പോകുന്നതെങ്കിലും, നമ്മൾ പോയ വഴികളിലൂടെ അല്ല ഇനി പോകാൻ പോകുന്നതെങ്കിലും, നമ്മൾ പറയത്തില്ലേ, ഇതുവരെ എടുത്തത് ടെസ്റ്റ് ഡോസ് ആയിരുന്നു, ബൂസ്റ്റർ ഡോസ് വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലത്തെ വലിയ പ്രതിസന്ധികൾ ഇനിയും ഈ ലോകത്തെ വരവേറ്റാലും അതിന്റെ മധ്യയിലും ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ അഭിഷേകം ചിലതിന്റെ മേൽ പകർന്നുകൊണ്ട്, ദൈവം ചിലരെ കവർ ചെയ്തുകൊണ്ട് തന്റെ പ്രവർത്തികളെ, തന്റെ പദ്ധതികളെ ആമീൻ ഈ ദേശത്ത്, നമ്മുടെ ലോകത്ത് ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. പക്ഷേ ഈ സാഹചര്യങ്ങളെ കാണുമ്പോൾ
ഈ അവസ്ഥകളെ കാണുമ്പോൾ, ഓരോ ദിനങ്ങളും മറിഞ്ഞു പോകുന്നത് കാണുമ്പോൾ, കർത്താവേ, ആണ്ടുകൾ കഴിയും മുൻപേ അവിടുത്തെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമെന്നും ആണ്ടുകൾ തീരും മുൻപേ അതിനെ വെളിപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്ന ജ്ഞാനമുള്ള, നിയോഗമുള്ള ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുകയാണ്. ഈ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം 3 അധ്യായങ്ങൾ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ 3 അധ്യായങ്ങളും ആ മനുഷ്യന്റെ അനുഭവമായിരുന്നു. ആ അനുഭവം നമുക്കുമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ദയവായി, നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ഫോണിലായിരിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലാപ്ടോപ്പിലായിരിക്കും, ഐപാഡിലോ ടാബിലോ ടിവിയിലോ ഏതെങ്കിലും ഒരു ഡിവൈസിലൂടെ ആയിരിക്കും നിങ്ങൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയോ ആകട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു തുറന്ന ബൈബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലൂടെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കി പോകാൻ കഴിയുമെങ്കിൽ വളരെ പ്രയോജനകരമായിരിക്കും. ഈ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും നീ എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? സാഹസ നിമിത്തം ഞാൻ ഇത്രത്തോളം നിന്നോട് നിലവിളിക്കുന്നു, നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ദൈവമേ, ഞാൻ ഇത്രയും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രത്തോളം നിന്റെ സന്നിധിയിൽ അഭയയാചന കഴിച്ചിട്ടും അവിടുന്ന് എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ല? അവിടുന്ന് എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പറയുന്നുണ്ട്, ദൈവമേ, നീ എന്തുകൊണ്ട് ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നു? അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, ദൈവമേ, നീ എന്തുകൊണ്ട് കൈകെട്ടി നിൽക്കുന്നു? ഹല്ലേലൂയ. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇടജാതി പോലെയും ആക്കുന്നതുമെന്ത്? പരാതികൾ. നിങ്ങൾ നോക്കി, ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ, ഒരു മനുഷ്യൻ പ്രാർത്ഥനയാണ് സംഭവമെങ്കിലും പരാതിപ്പെട്ടി തുറക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ പരാതികളെല്ലാം താൻ പറയുകയാണ്. ദൈവമേ, നീ എന്തുകൊണ്ട് രക്ഷിക്കാതിരിക്കുന്നു? നീ എന്തുകൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ നീ എന്തുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നു? 8-ാമത്തെ വാക്യത്തിൽ നീ എന്തുകൊണ്ട് ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നു? നീ 13-ാമത്തെ വാക്യം വളരെ രസകരമാണ്. അതിനകത്ത് ദുഷ്ടന്റെ ദോഷം തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നീ എന്താണ് ഇങ്ങനെ വെറുതെ നിൽക്കുന്നതെന്നാ, കയ്യും കെട്ടി നിൽക്കുന്നതെന്നാണ് ഹബക്കൂക്ക് ചോദിക്കുന്നത്. അപ്പൊ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പ്രവാചകനായ ഹബക്കൂക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രവർത്തിക്കാത്ത ദൈവം, രക്ഷിക്കാത്ത ദൈവം, സഹായിക്കാത്ത ദൈവം, നീതിമാനെ ന്യായം വിധിക്കുകയും ദുഷ്ടന്മാരെ എല്ലാം വളർത്തി മാനിക്കുകയും ചെയ്യുന്ന ദൈവം. ഇതൊക്കെ ഹബക്കൂക്കാണ് പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പോഴും നമ്മുടെ പരാതികളും ഇതൊക്കെ തന്നെയാണ്. ദൈവമേ, പ്രാർത്ഥിക്കാതെയും നിന്നെ അറിയാതെയും ഈ പുസ്തകത്തിൽ വിശ്വസിക്കാതെയും നടക്കാത്തവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. കൂടുതൽ അങ്ങേ അറിയുന്ന, അങ്ങേ സേവിക്കുന്ന, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുന്ന, അങ്ങേ വിശ്വസിക്കുന്ന എനിക്കാണല്ലോ കർത്താവേ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുന്നവർ ഹബക്കൂക്കിനെ പോലെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നില്ലേ? കർത്താവേ, ദുഷ്ടന്മാരെല്ലാം രക്ഷപ്പെട്ടു പോവുക, നീതിമാന്മാരായവർക്ക് വലിയ പ്രതിസന്ധിയ എന്ന് പറയുന്നവരില്ലേ? ദൈവം തമ്പുരാനെ, നീ എന്താ ഇങ്ങനെ കൈയും കെട്ടി ഇരിക്കുന്നേ? ഒന്ന് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചുകൂടെ എന്ന് ഹബക്കൂക്കിനെ പോലെ ചോദിക്കുന്നവർ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ 3 അധ്യായങ്ങളും ഹബക്കൂക്കിന്റെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് പറയുന്നത്, നീ രക്ഷിക്കാതിരിക്കുന്നതെന്ത്? നീ പ്രവർത്തിക്കാതിരിക്കുന്നതെന്ത്? നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നതെന്ത്? നീ വെറുതെ നോക്കി നിൽക്കുന്നതെന്ത് എന്നതാണ് ചോദിക്കുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ മിണ്ടാതിരിക്കുന്ന, അനങ്ങാതിരിക്കുന്ന, പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവത്തെ ഹബക്കൂക്ക് കാണുന്നു എങ്കിലും 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ, ചാപ്റ്റർ 2:2, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആൻഡ് ദ ലോർഡ് answered me, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക,
അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിനകത്ത് പ്രവർത്തിക്കാതിരിക്കുന്ന, ചലിക്കാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഹബക്കൂക്ക് കാണുന്നതെങ്കിലും രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ എന്നോട് ഉത്തരം അരുളിയത്. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് ഈ രണ്ട് ചാപ്റ്ററുകളും. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു ആ പദം. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ രണ്ട് ചാപ്റ്ററുകൾ. ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ചാപ്റ്ററും, ദൈവം മറുപടി പറയാൻ തുടങ്ങുന്ന മറ്റൊരു ചാപ്റ്ററും, ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു അധ്യായവും ദൈവം മിണ്ടി തുടങ്ങുന്ന ഒരു അധ്യായവും, ദൈവം കൈകെട്ടി നിൽക്കുന്നു എന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളും ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങുന്ന മറ്റൊരു സാഹചര്യവും. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, അവന് മറുപടി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശം കാണുന്ന, കേൾക്കുന്ന പ്രിയപ്പെട്ട സഭയോട്, ദൈവമക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ സ്നേഹത്തോടെ, ആദരവോടെ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും, ദൈവം എന്തുകൊണ്ട് എന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്നില്ല എന്ന ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിലും നിങ്ങളുടെ ജീവിതം എന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും നിന്ദയല്ല, എന്നും വെല്ലുവിളിയല്ല, എന്നും തകർച്ചയല്ല. എന്റെ അവസ്ഥയെ ദൈവം മാറ്റുന്നൊരു ദിനം എനിക്കുണ്ട്. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നൊരു രണ്ടാമത്തെ അധ്യായം എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം വ്യത്യാസം അയക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം പറയാൻ തുടങ്ങുന്നു. സാറേ, ഞാൻ എപ്പോഴും മനസ്സിലാക്കി, എന്റെ ആത്മീയ ശുശ്രൂഷയിൽ, എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം എന്നാണെന്നറിയോ? ദൈവം നമ്മളോട് ഇടപെടുന്ന കാലഘട്ടത്തെക്കാളും, ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാലഘട്ടത്തെക്കാളും ശക്തമാണ് ദൈവം നിശബ്ദമായിരിക്കുന്ന കാലം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തികളെക്കാളും അധികം നമ്മൾ ഭയപ്പെടേണ്ടത് ദൈവത്തിന്റെ സൈലൻസ് ആണ്, ദൈവത്തിന്റെ നിശബ്ദതയാണ്. ദൈവം എവിടെങ്കിലും നിശബ്ദനാകുന്നുണ്ട് എങ്കിൽ, ദൈവം എവിടെങ്കിലും മിണ്ടാതിരിക്കുന്നു എങ്കിൽ, ദൈവം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചലിക്കാതിരിക്കുന്നു എങ്കിൽ, ദൈവം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ക്വയറ്റായിട്ട് നിൽക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, മറ്റെല്ലാറ്റിനേക്കാളും അധികം ആ ഒരു മൊമെന്റ് ആണ് ഏറ്റവും പവർഫുൾ മൂമെന്റ്. എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കേൾക്കണം. യേശു കർത്താവിനെ ക്രൂശിച്ചു, സ്വർഗം ചലിച്ചില്ല. പിതാവേ, എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ക്രൂശിൽ കിടന്ന പുത്രൻ നിലവിളിച്ചു. ഒരനക്കവും ഉണ്ടായില്ല. എന്നാൽ നമുക്കറിയാം, കർത്താവിനെ ക്രൂശിച്ചു കല്ലറയിൽ അടക്കി, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് അവർ കരുതി. ആ വെള്ളിയാഴ്ച രാത്രിയിലും ഒന്നും സംഭവിച്ചില്ല. ശനിയാഴ്ച ദിവസവും നിശബ്ദതയുടെ സൈലന്റ് സാറ്റർഡേ ആയിരുന്നു അത്, സൈലന്റ് സാറ്റർഡേ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരു സൈലന്റ് ഫ്രൈഡേയും ഒരു സൈലന്റ് സാറ്റർഡേയും ദൈവം അനുവദിച്ചത്. ആ സൈലന്റ് സാറ്റർഡേയിലായിരുന്നു സ്വർഗത്തിൽ ഏഞ്ചൽസും മുഴു സ്വർഗവും ഗ്രേറ്റ് പ്ലാനിങ്, അവിടുത്തെ വലിയ പ്ലാനിങ് നടന്നത്. കാരണം ശക്തമായ നിലയിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ആ ഞായറാഴ്ച പകലിൽ കല്ലറയിൽ വെളിപ്പെട്ട്, കല്ലറയിൽ മരിച്ച പുത്രനെ ആ ഉയർപ്പിച്ചുകൊണ്ട്, പുനരുത്ഥാന ശക്തി പകർന്നുകൊണ്ട് പുത്രനെ എഴുന്നേൽപ്പിച്ച് പടയാളികളെ നിലത്തിട്ട് അതിശക്തമേറിയ ദൈവപ്രവർത്തികൾ ആ സൺഡേയിൽ, ആ ഞായറാഴ്ചയിൽ വെളിപ്പെട്ടതിന്റെ പിറകിൽ ഒരു സൈലന്റ് സാറ്റർഡേ ഉണ്ടായിരുന്നു, ഒരു സൈലന്റ് സാറ്റർഡേ ഉണ്ടായിരുന്നു. ദൈവം എവിടെങ്കിലും നിശബ്ദനായി ഇരിക്കുന്നെങ്കിൽ എഴുതി വെച്ചോ, ഈസ് പ്ലാനിങ് സംതിങ് ഫോർ യു. ദൈവം എവിടെങ്കിലും നിശബ്ദനായി ഇരിക്കുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഈസ് പ്ലാനിങ് സംതിങ് ഗ്രേറ്റ് തിങ് ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം പ്ലാനിങ്ങിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യങ്ങൾ റിലീസ് ചെയ്യുവാൻ ദൈവം പ്ലാനിങ്ങിലാണ്. ഹബക്കൂക്കേ, ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവം തമ്പുരാൻ മിണ്ടാതിരുന്നെങ്കിൽ, കൈകെട്ടി നിന്നെങ്കിൽ, നിശബ്ദനായിരുന്നെങ്കിൽ, നീ എഴുതി വെച്ചോ, അതിശക്തമേറിയ ഒരു ദൈവപ്രവർത്തികൾ കാണുവാൻ നിന്റെ ജീവിതത്തെ നീ തയ്യാറാക്കുക. കർത്താവ്, യഹോവയായ ദൈവം ഹബക്കൂക്കിനോട് പറഞ്ഞത്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. For the vision is yet for the appointed time. Yes, amen. It's an appointed time. Yes. Hallelujah.
ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഈ മലയാളത്തിൽ അവധി വെച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ പദം ഞാൻ എടുത്തുകൊണ്ടൊരു സത്യം പറയട്ടെ. നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുന്നു, നിങ്ങൾ ആ ഓഫീസറെ കാണാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയുന്നു ആ ഓഫീസർ അവധിയിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പുള്ളിയെ സസ്പെൻഡ് ചെയ്തെന്നാണോ? പുള്ളി ഇനി ഇങ്ങോട്ട് വരികയില്ലെന്നാണോ? ഇനി ഒരു കാരണവശാലും നിങ്ങളുടെ ഫയൽ എടുക്കത്തില്ലെന്നാണോ? ഒരാൾ അവധിയിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പുള്ളി പോയെന്നാണോ? ഒരിക്കലുമല്ല. അതിന്റെ അർത്ഥം ഇപ്പോൾ ആ ചെയർ എംപ്റ്റി ആണെങ്കിലും, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ഡോക്യുമെന്റ് മേടിക്കാൻ അവിടെ ഇല്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇത്രാം തീയതി ഇത്രാം ഡേറ്റിൽ വന്നാൽ മതി. ആ ചെയറിൽ വരേണ്ട ആള് ആ ചെയറിൽ വരും, നിങ്ങളുടെ പേപ്പർ മേടിക്കും, ഡോക്യുമെന്റ് സൈൻ ചെയ്യും, അപ്രൂവൽ ചെയ്യും. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി നടക്കാൻ പോകുന്നതല്ല. ഇപ്പോ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും, ഇപ്പോഴൊന്നും നടക്കുന്നില്ലെന്ന് ചിന്തിക്കും, ഇപ്പോഴൊന്നും സാധ്യമാകുന്നില്ലല്ലോ എന്ന് പ്രയാസപ്പെടും. നമ്മൾ പിറുപിറുക്കും, ഹബക്കൂക്കിനെ പോലെ ആവശ്യമില്ലാത്തതെല്ലാം വിളിച്ച് പറയുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ നോട്ട് ചെയ്തോ, അവധിയിലാണ്. ആ ചെയറിൽ ആള് വരും, നിന്റെ ഫയൽ എടുത്തിരിക്കും, അതിനകത്ത് അത്ഭുതം നടന്നിരിക്കും, ആ ഡോക്യുമെന്റുകൾ കർത്താവ് കൈകാര്യം ചെയ്തിരിക്കും, അതിനകത്തൊരു ദൈവപ്രവർത്തി വെളിപ്പെട്ടിരിക്കും. അത് വ്യക്തമായി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് വരുത്തുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റില്ല. അതൊരു ഭയങ്കര വേർഡാണ്, സമയം തെറ്റില്ല. ഞാന് വേറെ ആരെ കുറിച്ചും എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഒരു ഗവൺമെന്റ് ഓഫീസറെ കുറിച്ചും ഒരു മിനിസ്റ്ററെ കുറിച്ചും ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ കുറിച്ചും എനിക്കിത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി കറക്റ്റ് സമയം പാലിക്കുമെന്ന് എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുകയില്ല. എന്നെ പോലും നിങ്ങൾ അങ്ങനെ കാണാവൂ. കറക്റ്റ് സമയത്ത് ടിനുപാസ് വരുമെന്നൊന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ ലേറ്റ് ആയേ വരത്തുള്ളൂ. ഹല്ലേലൂയ. കറക്റ്റ് സമയത്ത് ആ ഓഫീസർ വരുമെന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ ലേറ്റ് ആയേ വരത്തുള്ളൂ. ഇനി എത്ര വലിയ പ്രഗത്ഭനാണെങ്കിലും, ചെറിയവനാണെങ്കിലും, വലിയവനാണെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ട്രെയിനും ചിലപ്പോൾ ലേറ്റ് ആയേ വരത്തുള്ളൂ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലൈറ്റും ചിലപ്പോൾ ലേറ്റ് ആയി വരത്തുള്ളൂ. പക്ഷേ ഓൺ ടൈം പാലിക്കുന്ന ഒരുവനുണ്ട്. കൃത്യസമയം. വാവ്. ഒന്ന് വാ തുറന്ന് എന്റെ കൂടെ പറഞ്ഞേ, ദൈവത്തിന്റെ കൃത്യസമയം. ദൈവം ഒരിക്കലും സമയം തെറ്റി ഒന്നും ചെയ്യത്തില്ല. ആ കൃത്യസമയത്ത്, ആ അപ്പോയിന്റഡ് ടൈമിൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തിരിക്കും. ദൈവം ഒന്നും ഏർലി ആയിട്ടും ചെയ്യത്തില്ല, ദൈവം ഒന്നും ലേറ്റ് ആക്കിയും കളയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ഒന്നും നേരത്തെയും ചെയ്യത്തില്ല, ദൈവം ഒന്നും താമസിച്ച് ചെയ്യത്തില്ല. ദൈവം ചെയ്യുന്നത് കൃത്യസമയത്തായിരിക്കും. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുവീൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, ദ റൈറ്റ് ടൈം ഓഫ് ഗോഡ്. ബെഥേസ്ദ എന്ന കുളക്കരയിൽ രോഗികൾ കാത്തുകിടക്കുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. എന്തിനു വേണ്ടി? അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചിരുന്നവനായാലും അവന് സൗഖ്യം വരും. ദൈവത്തിന്റെ കൃത്യമായ സമയത്ത് അവിടെ ഹീലിംഗുകൾ നടത്തിയിരിക്കും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന കുടുംബങ്ങളോട്, പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ചില ശുശ്രൂഷകരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. എന്തോ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ ആത്മാവ് അറിയിക്കുകയാണ്, ദൈവം ഒരിക്കലും അത് ഡിലേ ആക്കത്തില്ല, ദൈവം ഒരിക്കലും അത് നേരത്തെ ആക്കത്തില്ല. തക്ക സമയത്ത്, കൃത്യസമയത്ത് അവന്റെ പ്രവൃത്തി വെളിപ്പെടും. സാരാപത്തിലെ വിധവ മരിക്കാനിരിക്കുന്ന, ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആ ദിവസത്തിൽ, അന്നേ ദിവസം, അന്ന് രാത്രിയിൽ അവളും പൈതലും ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആ മൊമെന്റിൽ ഏലിയാവെന്ന പ്രവാചകനെ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പേഴ്സണെ അയച്ച് ആ കുടുംബത്തെ വിടുവിച്ചതുപോലെ ദൈവത്തിന്റെ കൃത്യമായ ആ അപ്പോയിന്റഡ് ടൈമിൽ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും സ്വർഗം ചെയ്യുവാനിടയായി തീരും. മാരേജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കർത്താവിന്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നെ അറിയിക്കായിരുന്നു, ഒരു മാരേജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്
വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആ സഹോദരിയോട് വളരെ ഡിലേ ആയി മനസ്സ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ആ സഹോദരിയോട്, എനിക്കറിയില്ല, പെട്ടെന്ന് കർത്താവ് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, ദൈവാത്മാവ് നിന്നെ അറിയിക്കുന്നു, നിന്നെ ബ്ലോക്കാക്കി ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുന്ന ആ വിഷയത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സ്വർഗം അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഉപജീവനത്തിന് വേണ്ടി പലയിടത്തും പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു, ഫയലുകൾ സബ്മിറ്റ് ചെയ്തു, ബയോഡേറ്റ കൊടുത്തു, പല വേക്കൻസീസ് വെയിറ്റ് ചെയ്തു, പലയിടത്തും റിജക്റ്റഡ് ആയി, വെയിറ്റ് ചെയ്ത ഇമെയിലുകൾ വന്നില്ല. ഇപ്പോഴും ഇങ്ങനെ വളരെ സ്ട്രെസ്ഫുൾ ആയി, ആങ്ഷ്യസ് ആയി, വറീഡ് ആയിട്ടിരിക്കുന്ന ആ ബ്രദറിനോട് കർത്താവ് പറയുന്നു, the month of December, the month of blessings in your life. ഈ മാസത്തിൽ ഒരു വാതിൽ കർത്താവ് അതിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും വൈകുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ആ വിടുതലിന്റെ വലിപ്പം വലുതായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ സമയം തെറ്റത്തില്ല, അത് വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക. എത്ര ഗ്യാരണ്ടീഡ് ആണത്! അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, അത് താമസിക്കുകയില്ല. വളരെ ക്ലിയറായി പരിശുദ്ധാത്മ പറയുന്നു, ഹബക്കൂക്ക് 2:2 നിന്നും, യഹോവ എന്നോട് ഉത്തരം അരുളിയത്. അതെ, ഒത്തിരി പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാൻ പോവാ. വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞേ. ഈ അടുത്ത ആഴ്ചകളിൽ, ദിവസങ്ങളിലെല്ലാം ഞാനിത് വിശ്വസിക്കുന്നവരോടാണ് പറയുന്നത്. ഇത് ഏറ്റെടുക്കുന്ന ദൈവവചനം വ്യക്തിപരമായി സ്വീകരിക്കുന്നവരോടാണ് പറയുന്നത്. ഒരുപാട് പ്രാർത്ഥനകളുടെ മറുപടികൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം, ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, ദൈവം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാൽ എന്ത് സംഭവിക്കും? ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ പ്രവർത്തിക്കാത്ത ദൈവം, ദുഷ്ടന്റെ ദോഷം കണക്കിടാത്ത ദൈവം, രക്ഷിക്കാത്ത ദൈവം, വെറുതെ നിൽക്കുന്ന ദൈവം, കൈകെട്ടി നിൽക്കുന്ന ദൈവം, നീതിമാനെ തകർക്കുകയും ദുഷ്ടനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവം എന്നൊക്കെ ഹബക്കൂക്ക് പറഞ്ഞെങ്കിലും 2-ാം അധ്യായത്തിൽ ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നു. 3-ാം അധ്യായം എങ്ങനെ തുടങ്ങുന്നത്? ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ വിഷയം ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. 3-ാം അധ്യായം എങ്ങനെ തുടങ്ങുന്നത്? വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം, ഹല്ലേലൂയ, ഒരു ഗീതം, പാട്ട് വെളിപ്പെടുകയാ, ആരാധന വെളിപ്പെടുകയാ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവൻ, സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാട്ട് വെളിപ്പെടുകയാണ്. 1-ാം അധ്യായം പ്രാർത്ഥന, 2-ാം അധ്യായം പ്രാർത്ഥനയുടെ മറുപടി, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ വർഷിപ്പ് വെളിപ്പെടുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി തരുമ്പോൾ നിങ്ങൾ പഴയ അവസ്ഥയിലായിരിക്കില്ല. യു വിൽ നെവർ ബി ദ സെയിം അഗൈൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ഡിക്രീ ആൻഡ് ഡിക്ലെയർ ദാറ്റ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഇതെല്ലാം നിങ്ങളിൽ സംഭവിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ വ്യക്തിപരമായി നിങ്ങളിൽ സംഭവിക്കും. ആമീൻ പറയാമോ? ഒന്ന്, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ നിങ്ങളുടെ നിന്ന മാറും. നിങ്ങളുടെ നിന്ന മാറും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കാം. ജിജി പാസ്റ്റർ ദയവായി വായിച്ചാലും. ലൂക്കോസ് 1:25. മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 മാസം ഒളിച്ചു പാർത്തു. നമുക്കറിയാം, സക്കറിയാവ് എന്ന പുരോഹിതനും എലിസബത്തിനും മക്കളില്ലായിരുന്നു. അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്കറിയാവ് എന്ന പുരോഹിതൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, പുരോഹിതനാണ്. പുരം, സ്വർഗം, ഹിതം, ഇഷ്ടം, സ്വർഗത്തിലെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യനായിരുന്നു സക്കറിയാവ്. പ്രാർത്ഥന മുടക്കാത്ത മനുഷ്യൻ, ആലയത്തിൽ പോകുന്ന മനുഷ്യൻ. ഒത്തിരി നിന്ന കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ എലിസബത്തിനെ നാട്ടുകാരെ വിളിച്ചത് മച്ചി എന്നാണ്, മക്കളില്ലാത്തവളെന്നാണ്. ഒത്തിരി പരിഹാസം കേട്ടിട്ടുണ്ട് ആ സഹോദരി. ഒത്തിരി പേരുടെ നിന്ന കേട്ടിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധിയിലൂടെ ആ സഹോദരി കടന്നുപോയിട്ടുണ്ട്. ഒത്തിരി വെല്ലുവിളികൾ ആ മകൾ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കർത്തൃ ശുശ്രൂഷകന്റെ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ
താങ്ങുന്നവരെക്കാളും അധികം തളർത്തുന്നവരായിരിക്കും. വേർ ഈസ് യുവർ ഗാഡ്? നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട് നിനക്കിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരായിരിക്കും. എന്തേ നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകാഞ്ഞത് എന്തേ എന്ന് ചോദിക്കും. യേശുവിനോടും ചോദിച്ചില്ലേ? കർത്താവ് ക്രൂശിൽ കിടക്കുന്ന സമയത്ത്, ആ പ്രാണൻ പോകാൻ അടുത്തിരിക്കുന്ന വേദന അനുഭവിക്കുന്ന സമയത്തും കർത്താവിനോട് ചോദിച്ചില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ, നീ ഇത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തവനാണെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിച്ചു കാണിക്ക്. നീ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയ ആളല്ലേ, നീ നിന്നെ ഒന്ന് രക്ഷിക്ക്. ചില ആൾക്കാർ പറയുന്നത് പോലെ നിങ്ങളുടെ ശുശ്രൂഷയിൽ അനേകർ സൗഖ്യമായതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ചെറിയ വിഷയത്തിൽ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിമർശനാക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പോലെ സക്കറിയാവിന്റെ ലൈഫിൽ ഒരുപാട് നിന്ദകൾ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന മുടക്കിയില്ല. ആലയത്തിൽ പോകുന്നത് മുടക്കിയില്ല. ശുശ്രൂഷകൾക്കൊന്നും താൻ മുടക്കം വരുത്തിയില്ല. ദൈവത്തിന്റെ നിയോഗത്തിലും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിലും ആ മനുഷ്യൻ മുന്നോട്ട് പോയി. അങ്ങനെ ധൂപം കാട്ടുവാൻ തനിക്ക് നറുക്കു വീണ ദിവസം വെളിയിൽ ഒരു കൂട്ടം ആൾക്കാർ പ്രാർത്ഥനാസജ്ജരായിരിക്കുന്ന നിമിഷത്തിൽ യഹോവയുടെ ദൂതൻ സക്കറിയാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു വലിയ വാഗ്ദത്തം തനിക്ക് കൈമാറുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥനയുടെ ധൂപങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യന് വേണ്ടി ദൈവം ഇടപെടുന്നു. അതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു ധൂപം പോലെ ദൈവസന്നിധിയിൽ എത്തുന്നു എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച മനുഷ്യനോട് ദൈവിക അരുളപ്പാടുണ്ടാകുന്നു. നിനക്കൊരു മകനെ സ്വർഗം തരാൻ പോവുകയാണ്, അവന് നീ യോഹന്നാൻ എന്ന പേർ വിളിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമ അധ്യായങ്ങൾ വായിക്കുമ്പോൾ 2 വ്യക്തികൾക്കാണ് ദൈവം ഡയറക്ട്ലി പേരിട്ടത്. ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്, ദൈവപുത്രന്. അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. രണ്ടാമതായി സ്വർഗത്തിലെ ദൈവം പേരിട്ടത്, നമ്മൾ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം പേരിട്ടത്. എന്നാൽ രണ്ടാമതായി ദൈവം തമ്പുരാൻ പേരിട്ടത് യോഹന്നാനാണ്. അവന് യോഹന്നാൻ എന്ന പേർ വിളിക്കണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് യേശുക്രിസ്തു പറയാനിടയായി. എന്താണ് അതിന്റെ കാരണം? കാത്തിരുന്ന് ലഭിച്ചതാണ്, പ്രാർത്ഥനയിലൂടെ ലഭിച്ചതാണ്, ഒത്തിരി നിന്ദയുടെ നടുവിൽ കിട്ടിയതാണ്. താങ്ക് യു ജീസസ്. ഒത്തിരി വെല്ലുവിളികളുടെ നടുവിൽ ലഭിച്ചതാണ്. നിങ്ങൾക്കറിയാമോ, കഷ്ടതയുടെ നല്ല ദാഹിച്ചിരിക്കുമ്പം, തൊണ്ട വരണ്ടിരിക്കുമ്പം നമ്മൾ ഇച്ചിരി പച്ചവെള്ളം കുടിച്ചാൽ ആ പച്ചവെള്ളത്തിനകത്ത് നമുക്ക് മധുരം അനുഭവിക്കാൻ കഴിയും. നല്ല വിശന്നിരിക്കുമ്പോൾ നമുക്ക് അല്പം ഫുഡ് കിട്ടിയാൽ ആ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ദൈവമക്കളെ, ഈ നിലയിൽ നിന്ദകളിലും പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും കഷ്ടതകളിലും വർഷങ്ങളായി കടന്നു പോകുകയും എന്നാൽ അതിന്റെ മധ്യേ പ്രാർത്ഥന മുടക്കാതെ, ദൈവിക ശുശ്രൂഷകൾക്ക് മുടക്കം വരുത്താതെ ദൈവസന്നിധിയിൽ നിലകൊള്ളുകയും ചെയ്ത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രാർത്ഥനയുടെ മറുപടികൾക്ക് മാധുര്യം വർദ്ധിക്കാൻ പോകുന്നു. ഇതൊരു പ്രൊഫസിയാണ്. ഇത് ആരോടോ ഉള്ള ദൈവികമായ ഒരു ദൂതാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന ആ മറുപടിക്ക് മാധുര്യമുണ്ടാകും. അത് സ്വീറ്റ് ആയിരിക്കും, അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. യോഹന്നാനെ കുറിച്ച് സക്കറിയാവിനോട് ദൈവം പറയുകയാണ്, എല്ലാ പുരോഹിതന്മാരുടെയും മക്കളെ പോലെ നിന്റെ മകനാകത്തില്ല. നമുക്കറിയാം, എഗസ്കേലിന്റെ പ്രവചന പുസ്തകത്തിലും ജെരമ്യായുടെ പ്രവചന പുസ്തകത്തിലുമൊക്കെ വ്യാജപ്രവാചകന്മാരെ കുറിച്ചും പുരോഹിതന്മാരെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. വഴിപിഴച്ച് നടക്കുന്ന പുരോഹിതന്മാർ, അവരുടെ മക്കൾ മദ്യപിക്കുന്ന മക്കൾ, വീഞ്ഞു കുടിക്കുന്ന മക്കൾ, വ്യഭിചാരം ചെയ്യുന്ന മക്കൾ. പല പുരോഹിതന്മാരുടെയും തലമുറകൾക്ക് പുരോഹിതരാകാൻ കഴിഞ്ഞില്ല. പല പുരോഹിതന്മാരുടെയും മക്കൾ വഴിപിഴച്ചു പോയപ്പോൾ കാത്തിരുന്ന് ലഭിച്ച, പ്രാർത്ഥനയിലൂടെ ലഭിച്ച, നിന്ദയുടെ മധ്യേ ലഭിച്ച യോഹന്നാനെ കുറിച്ച് സ്വർഗം ഗ്യാരണ്ടി ചെയ്യുന്നു, അവൻ വീഞ്ഞോ മദ്യമോ തൊടുകയില്ല. ഹല്ലേലൂയ. അവൻ വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കത്തില്ല. പ്രിയരെ, കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച ആ പ്രാർത്ഥനയുടെ മറുപടി എലിസബത്തിൽ വെളിപ്പെടുമ്പോൾ, മച്ചി എന്ന് വിളിച്ചവൾ, ലോകം പരിഹസിച്ചവൾ ഗർഭവതിയായി തീരുമ്പോൾ, യോഹന്നാൻ എന്ന ന്യായപ്രമാണത്തിന്റെ ഒടുവിലെത്തിയ അധ്യായം, അതിശക്തനായ പ്രവാചകൻ
യോഹന്നാനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു സീസൺ പ്രൊഫറ്റ് ആയിരുന്നു ജോൺ ദി ബാപ്റ്റിസ്റ്റ്. വരാൻ പോകുന്ന ഒരു സീസണെ താൻ പ്രൊഫസി ചെയ്തു. വെളിപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ താൻ പ്രൊഫസി ചെയ്തു. ഞാന് ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ തല വെട്ടിയ സ്ഥലത്ത് ഇസ്രായേലിൽ കടന്നു ചെല്ലുമ്പോൾ, മഖാവീർ കുന്നിൽ ഞാൻ കയറി പോകുമ്പോൾ എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. മോനെ, നിനക്കറിയുവോ, ജോൺ ദി ബാപ്റ്റിസ്റ്റ്, എന്റെ ദാസനായ എന്റെ പ്രവാചകനായ യോഹന്നാൻ ഒരു വെളിപ്പെടാൻ പോകുന്ന ഒരു സീസണെ കുറിച്ച്, വെളിപ്പെടാൻ പോകുന്ന ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പ്രൊഫസി ചെയ്ത പ്രവാചകനാണ്. എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഈ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. അതെ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സീസൺ വഴി തുറക്കുവാൻ, അതിനെ നോക്കി പ്രവചിക്കുവാൻ ദൈവം ഉപയോഗിച്ച അതിശക്തനായ പ്രവാചകനെ ജനിക്കുവാൻ ദൈവം കണ്ടെത്തിയ ഉദരമാണ് നിന്ദകൾ കേട്ട എലിസബത്തിന്റെ ഉദരം. ആ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ഉദരത്തിൽ ജനിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ദൈവപ്രവൃത്തി ആ കുടുംബത്തിന് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എലിസബത്ത് എന്ന സഹോദരി നിറകണ്ണുകളോടെ വിങ്ങുന്ന ഉള്ളത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞൊരു പദമാണ് ലൂക്കോസ് 1:25. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്നയെ എന്റെ ദൈവം മാറ്റി തന്നു. അതേ മക്കളെ, അതേ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമ്പോൾ മനുഷ്യരുടെ ഇടയിലുള്ള നിങ്ങളുടെ നിന്നയെ ദൈവം എടുത്തു മാറ്റും. അതാണ് യെശയ്യാ 61:6-7 വാക്യങ്ങളിൽ യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ എന്ന പ്രവാചകൻ പറയുന്നത്. യെശയ്യാ 61:6-7 രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം കിട്ടും. നാണത്തിന് പകരം ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. എവിടെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ? ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ എവിടെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ? എവിടെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ? ഞാൻ അവരോട് ആത്മാവിൽ പറയുന്നു, നീ അനുഭവിച്ച നാണക്കേടിനെല്ലാം, നിന്നയ്ക്കെല്ലാം നിനക്ക് ഇരട്ടിയായി സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. എവിടെങ്കിലും ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടോ? ഇൻസൾട്ടഡ് ആയിട്ടുണ്ടോ? റിജക്റ്റഡ് ആയിട്ടുണ്ടോ? അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അതാണ് സഭാപ്രസംഗി പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ഒരു സീസണുണ്ട്. വിതപ്പാനൊരു കാലം, കൊയ്യാനൊരു കാലം, വിലപിക്കാനൊരു കാലം, നൃത്തം ചെയ്യാനൊരു കാലം. എന്താ അതിന്റെ അർത്ഥം? വിലപിച്ചവൻ നൃത്തം ചെയ്തിരിക്കും. വിലപിച്ചവൻ നൃത്തം ചെയ്തിരിക്കും. വിലപിക്കാനൊരു കാലം നിനക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു സമയം നിനക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു ടൈം നിനക്കുണ്ടായിരുന്നെങ്കിൽ, നീ റിജോയ്സ് ചെയ്യുന്ന, നീ വർഷിപ്പ് ചെയ്യുന്ന, നീ ആനന്ദിക്കുന്ന, നിന്റെ ഉള്ളം പിടഞ്ഞ് വികസിക്കുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ സ്വർഗം ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യ ആനന്ദം അവർക്കുണ്ടാകും. ആർക്ക്? നാണം കെട്ടവർക്ക്, നിന്ന അനുഭവിച്ചവർക്ക്, ലജ്ജ അനുഭവിച്ചവർക്ക്, പ്രതിസന്ധിയിലൂടെ കടന്നുപോയവർക്ക്, വെല്ലുവിളികൾ അനുഭവിച്ചവർക്ക്, ഒറ്റപ്പെടൽ അനുഭവിച്ചവർക്ക്. എങ്കിലും അതിന്റെ മധ്യയിൽ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദൈവമുഖത്ത് നോക്കി പ്രാർത്ഥിച്ചവർക്ക്, അതിന്റെ മധ്യയിൽ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവമുഖം അന്വേഷിച്ചവർക്ക്, അതിന്റെ മധ്യയിലും കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്തവർക്ക്
ദേശത്തിന്റെ നടുവിൽ ഇരട്ടി അവകാശമുണ്ടാകും. അവർ നിത്യാനന്ദം പ്രാപിപ്പാനിടയാകും. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു ആലോചനയാണ്. നിങ്ങളോട് നിങ്ങളുടെ നിന്ദകൾ മാറ്റിയിരിക്കും. 2, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ, ദൈവം നമുക്ക് ഉത്തരമരുളുമ്പോൾ, ഹബക്കൂക്കിനോട് ഉത്തരമരുളിയതുപോലെ നമ്മളോട് ഉത്തരമരുളുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നിങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 53:6 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആ വാക്യം ഒന്ന് വായിക്കാമോ ദൈവദാസനെ? സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. ആര് സന്തോഷിക്കും? യാക്കോബ് സന്തോഷിക്കും. ഓക്കെ, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ വിശ്വസിക്കാമോ? ദൈവത്തിന് എന്റെ സ്ഥിതി മാറ്റാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് എന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുമെന്നാ പറയുന്നത്. ആരാണ് ഈ യാക്കോബ്? യാബോക്കിന്റെ കടവിൽ ഒരു രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മല്ലുപിടിച്ചവൻ. ചരിത്രം പറയുന്നത്, വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്, ഒട്ടകത്തിന്റെ മുട്ടുപോലെയായിരുന്നു യാക്കോബിന്റെ മുട്ടെന്നാണ്. തഴമ്പായിരുന്നു, പ്രാർത്ഥനയുടെ തഴമ്പ്. ആ യാക്കോബ് സന്തോഷിക്കും എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ദൈവം ആരുടെ സ്ഥിതിയെ മാറ്റും? ഇങ്ങനെ പറയാം, ദൈവം പ്രാർത്ഥിച്ചവന്റെ സ്ഥിതി മാറ്റുമ്പോൾ പ്രാർത്ഥിച്ചവൻ സന്തോഷിക്കും. ദൈവം പ്രാർത്ഥിച്ചവന്റെ സ്ഥിതി മാറ്റുമ്പോൾ പ്രാർത്ഥിച്ചവൻ സന്തോഷിക്കും. തന്റെ കൂടെയുള്ള ജനം ആനന്ദിക്കും. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥിച്ചവന്റെ സ്ഥിതി മാറ്റുമ്പോൾ അവൻ സന്തോഷിക്കുകയും അവനുമായി അസോസിയേറ്റ് ചെയ്ത് നിന്നവർ ആനന്ദിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വാ തുറന്ന് പറയാമോ, എന്റെ ദൈവം എന്റെ സ്ഥിതിയെ മാറ്റും. എന്റെ ദൈവം എന്റെ അവസ്ഥയെ മാറ്റും. ഞാൻ സന്തോഷിക്കും. ഞാൻ സന്തോഷിക്കും. ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. ആ സന്തോഷം ആർക്കും ആഭിചാരം ചെയ്ത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം ആർക്കും അപവാദ പ്രചരണങ്ങൾ നടത്തി ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം ആർക്കും നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവർ സന്തോഷിക്കാൻ പോവാ. ഒരാമീൻ പറയാൻ എത്ര പേരുണ്ട്? പ്രാർത്ഥിച്ചവർ സന്തോഷിക്കാൻ പോവുക, വിലപിച്ചവർ നൃത്തം ചെയ്യാൻ പോവുക, കരഞ്ഞവർ ആനന്ദിക്കാൻ പോവുക. The month of December, the month of blessings in your life in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചവർ സന്തോഷിക്കും. യാബോക്കിന്റെ കടവിൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് മല്ലുപിടിക്കുന്ന യാക്കോബേ, ദൈവമേ, നീ എന്റെ അവസ്ഥയെ മാറ്റിയാൽ, നീ എന്റെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്താൽ, ഞാൻ ഈ കല്ല് വെച്ചിരിക്കുന്ന സ്ഥലം നിനക്കൊരാലയം ഉണ്ടാക്കുമെന്നും, അപ്പാ നീ എനിക്ക് തരുന്ന സകലത്തിലും എന്റെ അപ്പനായ അബ്രഹാമിനെ ഇസഹാക്കിനെ പോലെ, എന്റെ വല്യപ്പനായ അബ്രഹാമിനെ പോലെ ഞാൻ ദശാംശം തരുമെന്നും യാക്കോബ് തീരുമാനമെടുത്തപ്പോൾ ചനയേൽക്കാത്ത ആടുകൾ ചനയേൽക്കാൻ തുടങ്ങി. മെലിഞ്ഞ ആടുകൾ പുഷ്ടി പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ യാക്കോബ് വർദ്ധിച്ച് 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 മഹാധനവാനായി തീർന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഏതൊക്കെയോ യാക്കോബുമാരെന്നെ കേൾക്കുന്നുണ്ട്. സകലതും നഷ്ടപ്പെട്ട് കല്ല് തലയണയായി വെച്ചുകൊണ്ട് നിരാശയുടെ ലൂസിൽ കിടക്കുന്നവർ. എന്നാൽ അതിന്റെ മധ്യയിൽ ദൈവത്തിന്റെ ചില എൻകൗണ്ടറുകൾ. യെസ്, ഐ ആം പ്രൊഫസൈയിങ് യു. ഞാൻ ആരോട് പ്രവചിക്കുന്നു ആത്മാവിൽ. എനിക്കറിയാം ഇപ്പോൾ നീ ആയിരിക്കുന്ന ആ പോയിന്റിൽ, ആ സ്ഥലത്ത് കല്ല് തലയണയായി വെച്ച് കിടക്കുന്ന ലൂസ് പോലെ ഒറ്റപ്പെട്ട്, വീടും നാടും ഊരും എല്ലാം വിട്ട് ഒറ്റപ്പെട്ട്, പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ട്, സൂര്യൻ അസ്തമിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന മൂമെന്റിൽ ചില ഹെവൻലി ഡ്രീമുകൾ, ചില എൻകൗണ്ടറുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ആ എൻകൗണ്ടറുകൾ നിന്റെ സീസണെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്.
നിന്റെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിന്റെ ലൈഫ് സ്റ്റൈലിനെ അത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റിയാൽ, അല്ലെങ്കിൽ മാറ്റുമ്പോൾ പ്രാർത്ഥിച്ച യാക്കോബ് സന്തോഷിക്കും. അവനുമായി അസോസിയേറ്റ് ചെയ്യുന്നവർ അവന്റെ രാജ്യം ആനന്ദിക്കും. അതെ, വാ തുറന്ന് പറഞ്ഞേ, ഞാനും എന്റെ കുടുംബവും സന്തോഷിക്കും. ഞങ്ങൾ ക്രിസ്തുവിൽ ആനന്ദിക്കും. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ നിന്ന മാറും, പ്രാർത്ഥിച്ചവന് സന്തോഷം ഉണ്ടാകും. ഞാനിപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് എന്നോട് പറയുമായിരുന്നു, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതെ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ, ദൈവം നമുക്ക് ഉത്തരം തരുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് ലെവൽ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഞാനൊരു സംഭവം എനിക്കിപ്പം പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം, വേർഡ് 42, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവം ഇതാണ്. യേശു കർത്താവ് ബഥാനിയിൽ വന്നു. ഈ ബഥാനിയിലേക്ക് യേശുവിനെ കയറ്റത്തില്ലെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത്. ശിഷ്യന്മാര് ഈ ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അവൻ രോഗിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാര് കർത്താവിനോട് പറയുന്നുണ്ട്, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 11:8, അതിന്റെ ശേഷം ശിഷ്യന്മാർ അവനോട്, നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിച്ചല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നോ? കാരണം നീ ബഥാനിയിലോട്ട് പോകരുത്, നിന്നെ കണ്ട കല്ലുപെറുക്കി എറിയാൻ നിൽക്കുവാണ് അവിടെ ആൾക്കാര്. നീ ബഥാനിയിലേക്ക് പോകരുത്, നിന്നെ കണ്ടാൽ അറ്റാക്ക് ചെയ്യാൻ അവിടെ ആൾക്കാർ വെയിറ്റിംഗിലാണ്. അവരുടെ മധ്യയിലോട്ട് നീ പോകരുത്. പക്ഷേ നമുക്കറിയാം, യേശു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലെത്തുന്നു. ലാസറിനെ അടക്കിയ, അവനെ വെച്ച സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നു. അവരൊന്നിച്ച് ആ കല്ലറ വാതിക്കലേക്ക് ചെല്ലുന്നു. 39-ാമത്തെ വാക്യത്തിൽ കല്ല് നീക്കുവാൻ യേശു പറയുന്നു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. 41-ാം വാക്യം, അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി. എല്ലാരും കല്ലേലോട്ടും കല്ലറയിലോട്ടും നോക്കി, യേശു മേലോട്ട് നോക്കി. യേശു അപ്പമീനുകൾ കയ്യിലെടുത്തപ്പോൾ എല്ലാവരും അപ്പത്തിലും മീനിലും നോക്കി, യേശു സ്വർഗത്തിലേക്ക് നോക്കി. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പത്തിലേക്കും മീനിലേക്കും നോക്കുന്നവർക്ക് അന്നേരം അപ്പവും മീനും കിട്ടും. സ്വർഗത്തിലേക്ക് നോക്കുന്നവന് എന്നും അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കല്ലറയിലോട്ട് നോക്കുന്നവന് നാറ്റം വച്ച ലാസറിനെ കാണാൻ കഴിയും. സ്വർഗത്തിലേക്ക് നോക്കുന്നവന് മഹത്വമുള്ള ദൈവം ലാസറിനെ ഉയർപ്പിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൻ മുകളിലേക്ക് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. 42-ാം വാക്യാണോ കേട്ടോ മെസ്സേജ് ഇന്നത്തെ. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തു പറഞ്ഞാലും പിതാവേ നീ ചെയ്യുമെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ വിഷയം അതല്ല. നീ എന്നെ അയച്ചെന്നും, കാരണം എന്നെ കല്ലെടുത്തെറിയാൻ, എന്നെ തല്ലിക്കൊല്ലാൻ, എന്നെ ക്രൂശിക്കാൻ, എന്നെ പരിഹസിക്കാൻ, എന്നെ ട്രാപ്പിലാക്കാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും നീ എന്നെ അയച്ചെന്ന് എന്റെ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പം മറുപടി തരേണ്ടത് എന്റെ ഒരു ആവശ്യം മാത്രമല്ല, ചുറ്റും നിൽക്കുന്ന ഈ ആൾക്കാർ നിമിത്തം നീ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം. എന്തിനു വേണ്ടി? അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടാൽ, ബഥാനിയയിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ നിൽക്കുന്നവരിലെല്ലാം വിശ്വാസമുണ്ടാകും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിലരോട് പറയാൻ ഇഷ്ടപ്പെടുന്നു,
നിന്റെ ചില പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരുമ്പോൾ ഇന്ന് വരെ ഇതിനകത്തോട്ടൊന്നും അടുക്കാതെ അകലം വിട്ട് നിൽക്കുന്ന ചിലതൊക്കെ വിശ്വാസത്തിലേക്ക് വരും. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ ഇതൊന്നും അംഗീകരിക്കാതെയും ഏറ്റെടുക്കാതെയും ഇരിക്കുന്ന പലരും ഈ ദൈവം സർവശക്തനെന്ന് വിളിച്ചു പറയും. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ ഒരു പദവും കൂടെ അവനകത്ത് കയറ്റി വെക്കുകയാണ്, ഒരു സംഭവം കൂടെ എടുത്തു വെച്ചുകൊണ്ട്, നിന്റെ ദൈവം വലിയവനെന്നും നിന്റെ ദൈവം സർവശക്തനെന്നും ചിലർ വിളിച്ചു പറയും. അത് സംഭവിക്കും. ഇതൊരു ഫാമിലിയോടുള്ള മെസ്സേജാണ്. അതാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18 വേഴ്സ് 37 ഓൺവേഴ്സ്. യഹോവേ നീ എനിക്ക് ഉത്തരമരുളണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരണമേ. നീ ദൈവം തന്നെ യഹോവേ, എനിക്കറിയാം നീ ദൈവം തന്നെ യഹോവേ. ആമീൻ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ കുടുംബം കാണേണ്ടതിന്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് എന്റെ ദേശം കാണേണ്ടതിന്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് എന്റെ സഹപ്രവർത്തകർ കാണേണ്ടതിന്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് എന്റെ സഹജീവികളും സമൂഹവും ദേശവും കാണേണ്ടതിന് നീ എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ വെല്ലുവിളിക്കുന്ന അശേരകളുടെ ആൾക്കാരും ബാലിന്റെയും ഇസബേലിന്റെയും ആൾക്കാരും അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ആ പ്രാർത്ഥനയുടെ നടുവിൽ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. യേശു പ്രാർത്ഥിച്ചു, കർത്താവേ പിതാവേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നെന്ന്, നീ എന്റെ അപേക്ഷ കേൾക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് നീ ഒരു പ്രവൃത്തി ചെയ്യണം. പ്രവൃത്തി നടന്നോ? ലാസർ ഉയർത്തില്ലേ? ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ചുറ്റും നിൽക്കുന്നവർ അറിയേണ്ടതിന് നീ ഒരു പ്രവൃത്തിയെ ചെയ്യണം. ഉടനെ, ഒരു മിനിറ്റ് താമസിച്ചില്ല, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. എന്റെ ദൈവം വലിയവനെന്ന് പറയാം. അതാ 39-ാം വാക്യം, 1 രാജാക്കന്മാർ 18:39. ജനമെല്ലാം അത് കണ്ട് കവിഞ്ഞു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് അവർ പറഞ്ഞു. ഇന്ന് ചില കുടുംബങ്ങളോട് പറയുന്നു, ആമീൻ, നീ സേവിക്കുന്ന ദൈവം സർവശക്തനെന്നും നിന്റെ ദൈവത്തെ എനിക്കും വേണമെന്നും നിന്റെ ദൈവത്തെ എനിക്കും സേവിക്കണമെന്നും നീ ആരാധിക്കുന്ന ദൈവം വലിയവനെന്നും പറയത്തക്ക നിലകളിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. ഇവിടെ ഹബക്കൂക്ക് എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ ഈ മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റാന്ന് എനിക്കറിയാം. പക്ഷെ ഏറ്റവും അതിശക്തമേറിയ ഒരു ഭാഗത്തോട്ട് ഞാൻ വരികയാണ്. അടുത്തൊരു 10 മിനിറ്റ്സ് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളോട് ഇടപെടുക മാത്രമല്ല, ഒരു ദൈവ പ്രവൃത്തിയുടെ ഒരു മൂവ്മെന്റിലേക്ക് നമ്മൾ കയറുകയാണ്. ഹബക്കൂക്കിന്റെ 3:2 എന്താ ഹബക്കൂക്ക് പറഞ്ഞേ? യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ എന്നല്ലേ? അപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ കാലഘട്ടത്തിൽ, മിഡ്സ് ഓഫ് ദ ഹിയർ, ആണ്ടുകളുടെ മധ്യത്തിൽ, എന്റെ തലമുറയുടെ കാലഘട്ടത്തിൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്നല്ല നമ്മൾ പറയേണ്ട. കർത്താവേ, എനിക്കോ കഷ്ടപ്പാടായിരുന്നു, എനിക്കോ പ്രശ്നമായിരുന്നു, എന്റെ പിള്ളാരുടെ കാലത്തെങ്കിലും എന്റെ കൊച്ചുങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ലതാ, പ്രാർത്ഥിച്ചോ. പക്ഷെ കർത്താവ് അങ്ങനല്ല പറയുന്നേ. നീ ജീവിച്ചിരിക്കുന്ന നിന്റെ കാലഘട്ടത്തിൽ, നിന്റെ ആണ്ടിൽ, ഈ സമയത്ത്, ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്താൻ കഴിയും. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. താഴെ എഴുതിയിരിക്കുന്നു, അവളോ വരുവാനുള്ള പുനരുത്ഥാനത്തെ കുറിച്ചാകുന്നു പറഞ്ഞത്. പിന്നെ മാർത്ത അടുത്തൊരു കാര്യം പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന്.
രണ്ട് കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഒന്ന്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലകളിൽ നീ എന്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എനിക്ക് പ്രയാസമൊന്നുമില്ല. നാളുകളിൽ കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന പുനരുത്ഥാനത്തിന്റെ നാളിൽ എന്റെ സഹോദരൻ ഉയർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ നിന്റെ സ്നേഹിതനായിരുന്നു, നിന്നിൽ വിശ്വസിച്ചവനും നിന്നെ അനുഗമിച്ചവനുമായിരുന്നു. അപ്പൊ ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ മാർത്ത വിശ്വസിക്കുന്നു. നാളുകളിൽ വെളിപ്പെടുവാനുള്ള ദൈവപ്രവൃത്തിയെ മാർത്ത പ്രത്യാശിക്കുന്നു, അല്ലെങ്കിൽ കാത്തിരിക്കുന്നു. പക്ഷെ യേശു ചോദിച്ചത് ഇതൊന്നുമല്ല. അവനെ വെച്ച സ്ഥലം എവിടെ? അവനെ വെച്ച സ്ഥലം എവിടെ? കാരണം ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളുകളുടെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നിന്റെ ദൈവമാണ്. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇന്ന്, ഇപ്പോൾ, ഈ മൊമെന്റിൽ എനിക്കൊരു അത്ഭുതം ചെയ്യാൻ കഴിയും. ഇപ്പോൾ എനിക്കൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയും. ആണ്ടുകൾ കഴിയും മുൻപേ, വർഷങ്ങൾ പിന്നിടും മുൻപേ, ഈ നിമിഷം തന്നെ ഒരു പ്രവൃത്തി എന്നിൽ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ശ്രദ്ധിക്കുക പ്രിയരെ, ദൈവം എന്നെയും നിങ്ങളെ മാനിക്കാൻ പോകുന്നത് ഈ തലമുറയിൽ തന്നെയാണ്. വിശ്വസിക്കാവോ? 3-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നിട്ട് അതിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തേമാനിൽ നിന്ന് വരുന്നു എന്നാണ്. ഹല്ലേലൂയ. വരുന്നു. പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. അതെ, ദൈവം നിനക്കായി പ്രവർത്തിക്കാൻ വരുന്നു. ഹല്ലേലൂയ. ദൈവം നിനക്കായി പ്രവർത്തിക്കാൻ വരുന്നു. ആദ്യത്തെ അധ്യായത്തിൽ ചലിക്കാത്ത ദൈവത്തെയും പ്രവർത്തിക്കാത്ത ദൈവത്തെയും ദുഷ്ടന്റെ ദോഷം കണക്കിടാത്ത ദൈവത്തെയും ഒക്കെയാണ് ഹബക്കൂക്ക് കണ്ടതെങ്കിൽ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവസ്ഥ കംപ്ലീറ്റ് മാറുകയാണ്. ചലിക്കുന്ന ദൈവ സാന്നിധ്യം, ഇറങ്ങി വരുന്ന ദൈവം, ദൈവപ്രവർത്തികൾ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ. നമ്മൾ അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിശക്തമേറിയ കാര്യങ്ങൾ കാണുകയാണ്. അതിന്റെ 18, 17, 18, 19 വാക്യങ്ങളിൽ ഹബക്കൂക്ക് പറയുന്നുണ്ട്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലത്തിൽ ആഹാരം വിളയുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലയിൽ ഒരുപക്ഷെ കന്നുകാലി ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ പോലെയാക്കുന്നു, ഉന്നതഗിരികളിൽ എന്നെ നടക്കുമാറാക്കുന്നു, എന്നെ എത്തിക്കേണ്ടടുത്തവൻ എത്തിക്കുന്നു. എന്നെ എത്തിക്കേണ്ട എന്റെ ആ ഡെസ്പായിരിക്കുന്ന, ഡിസ്കറേജ്ഡ് ആയിരിക്കുന്ന, സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്റെ കാലുകളെ പേടമാന്റെ കാല് പോലെയാക്കി ഉന്നതങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്നെ നയിക്കുകയാണ്. കൈകളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ പ്രിയരെ. ആണ്ടുകൾ തീരും മുൻപേ അവിടുത്തെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് ഹബക്കൂക്ക് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, കണ്ണുകളെ അടച്ചോ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോ, പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ നിന്റെ നിന്ന മാറും, വിശ്വാസം വർദ്ധിക്കും, സന്തോഷിക്കും. നിന്റെ ദൈവം വലിയവനെന്ന് നിന്നോടൊപ്പമുള്ളവരും നിന്റെ ദേശവും കാണുവാനിടയായി തീരും. പ്രവർത്തിക്കാതിരിക്കുന്ന, രക്ഷിക്കാതിരിക്കുന്ന, കൈകെട്ടി നിൽക്കുന്ന, ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്ന ദൈവത്തെയാണ് കഴിഞ്ഞ മിനിറ്റുകൾ വരെയും, കഴിഞ്ഞ മാസങ്ങൾ വരെയും, കഴിഞ്ഞ മണിക്കൂറുകൾ വരെയും നിങ്ങൾ കണ്ടതെങ്കിൽ, ഇറങ്ങി വരുന്ന ദൈവത്തെ, ചലിക്കുന്ന ദൈവത്തെ, പ്രവർത്തിക്കുന്ന ദൈവത്തെ, അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ, മറുപടി തരുന്ന ദൈവത്തെ, ഹല്ലേലൂയ, ഉന്നത ഗിരികളിലേക്ക് എന്നെ നയിക്കുന്ന ദൈവത്തെ ഞാൻ കാണുകയാണ് പ്രിയരെ. ആ പ്രത്യാശയുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാഗം റിജോയ് സാർ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Come on, ആമീൻ, pray together. എല്ലാ പിറുപിറുപ്പുകളും നമുക്ക് അവസാനിപ്പിക്കാം, എല്ലാ ചോദ്യങ്ങളും നമുക്ക് അവസാനിപ്പിക്കാം. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞ ഈ സന്ദേശത്തിലെ 3 അധ്യായങ്ങൾ, ഹബക്കൂക്കിന്റെ 3 അധ്യായങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഈ 3 ചാപ്റ്ററും. ഒന്ന്, ദൈവം പ്രവർത്തിക്കാതിരിക്കുന്ന, ദൈവം എന്തേ പ്രവർത്തിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്ന, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പല വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് എന്തെന്ന് ചോദിക്കുന്ന ഒരു 1-ാമത്തെ അധ്യായവും. ആമീൻ. പ്രാർത്ഥനകൾക്ക് ഓരോന്നോരോന്നായി ദൈവം മറുപടി തന്നുകൊണ്ട് നിന്നയെ നീക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നീ സേവിക്കുന്ന ദൈവം സർവശക്തനെന്ന് പ്രൂവ് ചെയ്യുന്ന, തെളിയിക്കുന്ന ഒരു 2-ാമത്തെ അധ്യായവും. ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന,
ഇറങ്ങി വരുന്ന ദൈവത്തെ കണ്ണുകൊണ്ട് കാണുന്ന അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാക്കുന്ന ഉന്നതഗിരികളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു 3-ാമത്തെ അധ്യായവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രിയരെ. എനിക്ക് ഇത്രയുള്ള നിങ്ങളോട് പറയാൻ, 1-ാം അധ്യായം കൊണ്ട് നിങ്ങളുടെ ജീവിതം തീരില്ല, 2-ാം അധ്യായം കൊണ്ടും തീരില്ല. ഒരാരാധനയുടെ 3-ാം അധ്യായം നിങ്ങൾക്കുണ്ടാകും പ്രിയരെ. ആ അധ്യായം ഇവിടം കൊണ്ട് തീരില്ല. ആ ആരാധനയുടെ അധ്യായം നിത്യത വരെയും തുടരുന്നതാണ്. അത് നിത്യതയുടെ തുറമുഖം വരെയും തുടരുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. റിജോയ് സാറേ, can you please come forward? നമ്മൾ ഒന്നിച്ച് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മൂമെന്റ് ആണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഐ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റായ അതർ ടങ്സ് അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുക. അല്ലാത്തവർ സ്തുതിക്കുക, 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 പ്രൈസ് ചെയ്യുക, സ്തുതിക്കുക. ഓ ശമരകൽ ഖനാദിയാതന, സ്തുതിക്കുക. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, അത്ഭുത സൗഖ്യങ്ങൾ ഇവരിൽ ഉണ്ടാകട്ടെ. ആണ്ടുകൾ തീരും മുൻപേ അവിടുത്തെ പ്രവൃത്തി ഈ മക്കളിൽ വെളിപ്പെട്ടു വരട്ടെ. ഇവരുടെ നിന്ദകളെ ജോഷുവ പറഞ്ഞു, അവന്റെ നിന്നെ ഉരുട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന പേരിട്ടു. കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ഗിൽഗാൽ വെളിപ്പെടാൻ പോവാ. ദൈവം നിന്റെ നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന, ദൈവം നിന്റെ നിന്ദകളെ നീക്കിക്കളയും, നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സീസൺ, ഒരു സീസൺ പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കുകയാണ്. ആ സീസണിൽ നീ സന്തോഷിക്കും. ആ സീസണിൽ അനേകരുടെ വിശ്വാസം വർദ്ധിക്കും. ആ സീസണിൽ നീ സേവിക്കുന്ന ദൈവം സർവശക്തനെന്ന് ലോകം കാണും. In the name of the Lord, I pray, Father, I thank you for the anointing. I thank you, Lord, for the anointing. യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. പരിശുദ്ധനെ, അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. ഓ, താങ്ക് യു ലോർഡ്. Angels of the Lord, angels of the Lord, holy, holy, the realm of your glory and the realm of your grace. Yes, Lord. Yes, Lord. Can you please sing, my brother? Worship him, great pastor. Great pastor. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഒരു ഫയൽ ഓപ്പൺ ആക്കി അതിൽ നിന്ന് പേപ്പറുകൾ എടുത്ത് സിഗ്നേച്ചർ ചെയ്ത് സീൽ ചെയ്ത് അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അത് അപ്രൂവ് ചെയ്ത് ആ ഫയൽ നിന്നെ ഏൽപ്പിക്കുന്നത് പോലെ ചില മറുപടികൾ ദൈവം വെളിപ്പെടുത്തുക. വലിയ ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് അയക്കുകയാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വിളിയുള്ള ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വിലപിച്ചവരുണ്ടോ? കർത്താവിന് എന്നോട് ചോദിക്കുന്നു, ഇന്ന് ഈ സർവീസിൽ എവിടെങ്കിലും വിലപിച്ചവരുണ്ടോ? നീ നൃത്തം ചെയ്യാൻ തയ്യാറായിക്കോ. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ അമ്മയുടെ ഉദരം മുതൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വിലപിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു മകനുണ്ടായിരുന്നു. എന്നാൽ പത്രോസ്, പൊന്നും വെള്ളി നിനക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ചാടിയും തുള്ളിയും ഡാൻസ് ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ സന്തോഷത്തിന്റെ ഒരു സീസൺ, വർദ്ധനവിന്റെ ഒരു സീസൺ, നിന്നയെ മാറ്റുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കട്ടെ. ഓ, പാടുന്ന, സന്തോഷത്തോടെ വർഷിപ്പ് ചെയ്യുന്ന, കണ്ണുനീരോടുകൂടെ കരഞ്ഞ കാലഘട്ടത്തിന് പകരം ആനന്ദത്തോടെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം ഓപ്പൺ ആക്കുകയാണ്. പ്രാർത്ഥിച്ചേ, ഹോളി ഹോളി ജീസസ്, യു ആർ ഹോളി, ഹോളി ജീസസ്, ഹോളി ജീസസ്.
Ral Brana Kasia Ran Kremeneantolosa Rasamartini. നിന്റെ ദൈവം പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലൊരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. ഓ താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. അവൻ ഇറങ്ങി വരുമ്പോൾ പർവ്വതങ്ങൾ അവനെ കണ്ട് വിറയ്ക്കുന്നു. വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു. ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു. നിന്റെ അസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തിലും മിന്നിച്ചാടുന്ന കുന്തത്തിന്റെ ശോഭയിലും സൂര്യനും ചന്ദ്രനും സ്വഗ്രഹത്തിൽ നിൽക്കുന്നു. ദൈവം ഇറങ്ങി വരുമ്പോൾ പ്രകൃതിയിൽ വ്യത്യാസം വരുന്നു, സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുന്നു, അനുഭവങ്ങളിൽ വ്യത്യാസം വരുന്നു. ഇന്നൊന്ന് കൈ ഉയർത്തി പറഞ്ഞ അപ്പാ എന്റെ ഭവനത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ. പ്രാർത്ഥിച്ച യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്റെ കർത്താവേ എന്റെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞാൻ കാണുന്ന, എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയം നീ ഇന്ന് എനിക്ക് അനുവദിച്ചിരിക്കുന്നല്ലോ. ആണ്ടുകൾ തീരും മുൻപേ പറഞ്ഞേ കർത്താവേ, 2021 തീരും മുൻപേ, ഈ ആണ്ട് തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. സ്തുതിക്കാൻ തുടങ്ങിയേ. ഭയങ്കര ദൈവസാന്നിധ്യം ഇറങ്ങുകയാണ്. സൗഖ്യങ്ങൾ വെളിപ്പെടുകയാണ്. ഹീലിംഗുകൾ നടക്കുകയാണ്. ചില ശരീരങ്ങളുടെ രോഗങ്ങൾ അവരെ വിട്ടുമാറട്ടെ. എല്ലാ ഡിപ്രഷനും ആങ്സൈറ്റിയും വിട്ടുമാറട്ടെ. എല്ലാ ശാരീരിക ദുഃഖങ്ങളും ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ. മുട്ടിന്റെ തേയ്മാനങ്ങൾ സൗഖ്യമാകട്ടെ. നട്ടലിനകത്ത് സൗഖ്യമുണ്ടാകട്ടെ. സ്പോണ്ടിലൈസിസ് ഹീലാകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ, ഉദരത്തിനകത്തുണ്ടായ പ്രയാസങ്ങൾ ഹീലാകട്ടെ. ഓ ജീസസ്. സോറിയാസിസ് പോലെ നിൽക്കുന്ന ചില സ്കിൻ പ്രോബ്ലങ്ങൾ ഹീലാകട്ടെ. ചില ട്രഡീഷണൽ കേഴ്സുകൾ ഇവരുടെ കുടുംബങ്ങളിൽ യേശു എടുത്തു മാറ്റട്ടെ. ദൈവ പ്രവൃത്തിയുടെ ഒരു വലിയ മഴ പെയ്തിറങ്ങട്ടെ. സ്വർഗത്തിലെ അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹോവേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തികളെ നീ ജീവിപ്പിക്കണമേ. ഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തണമേ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ഹീലിംഗുകൾ നടന്നിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് 2-ാം അധ്യായത്തിലേക്കും 3-ാം അധ്യായത്തിലേക്കും ഒരു ഷിഫ്റ്റ് പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്തിട്ടുണ്ട്. ഒരു മേജർ ഷിഫ്റ്റ് കർത്താവ് അയച്ചിട്ടുണ്ട്. May God bless you. We bless you in Jesus.